ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? മീൻകറി നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് നല്ല അടിപൊളി ഒരു മീൻകറിയുടെ റെസിപ്പി ആയിട്ടാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? അപ്പോൾ മീൻകറി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു ചീനിച്ചട്ടി വച്ചിട്ടുണ്ട്. അപ്പോൾ ചീനിച്ചട്ടിയുടെ അടി നല്ല രീതിയിൽ ചൂടായതിന് ശേഷം അതിനകത്തേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വെളിച്ചെണ്ണയോ സൺഫ്ലവറോ പാം ഓയിലോ ഒക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ മീൻകറിക്ക് എപ്പോഴും നല്ലത് വെളിച്ചെണ്ണ തന്നെയാണ്. ഇനി അതിനകത്തേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നല്ല രീതിയിൽ പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്കതിനകത്തേക്ക് കൊച്ചുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു 30 കഷ്ണം കൊച്ചുള്ളിയുടെ ഒരു കണക്ക് പറയുകയാണെങ്കിൽ ഞാനൊരു 30 കൊച്ചുള്ളിയാണ് എടുത്തേക്കുന്നത്. അത് ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണയിലിട്ട് നല്ല രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കുക. അങ്ങ് നല്ല രീതിയിൽ വഴന്ന് വരണമെന്നില്ല, ചെറുതായിട്ടൊന്ന് വഴന്നാൽ മതിയാവും. ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടും. ഒരുപാടങ്ങ് വഴറ്റി അങ്ങ് കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ചെറുതായിട്ട് വഴറ്റിയാൽ മതിയാവും. ഇനി ഇതിനകത്തേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ഒരു 5 പീസ് വെളുത്തുള്ളി, അതുപോലെ തന്നെ ഒരു കൊച്ചു പീസ് ഇഞ്ചി, പിന്നെ ഒരു 2 പച്ചമുളക്, പച്ചക്കറി പച്ചമുളകാണ് കേട്ടോ. അതും കൂടെ കട്ട് ചെയ്തത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കുവാണേ. ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിന് ശേഷം ഇതിനകത്തേക്ക് ചേർക്കാനുള്ള അരപ്പാണ് കേട്ടോ ഞാൻ തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഇനി ഇതിനകത്തേക്ക് ഞാൻ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടി ചേർത്ത് കൊടുത്തതുപോലെ തന്നെ ഇതിനകത്തേക്ക് ഞാൻ 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് കലക്കിയെടുക്കാം. ഇതിനകത്തേക്ക് ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് വെള്ളം പോലെ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു കുഴമ്പ് രൂപത്തിലാണ് നമുക്കിത് ആക്കിയെടുക്കേണ്ട ആവശ്യം. അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചതിന് ശേഷം ഒരു കുഴമ്പ് രൂപത്തിൽ ആക്കിയെടുക്കുക കേട്ടോ. ഞാൻ ആദ്യം വെള്ളം ഒഴിച്ചപ്പോഴത്തേക്കും അത് നല്ല രീതിയിൽ കുഴഞ്ഞു വന്നില്ല. പിന്നെ ഞാൻ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുകയാണ് കേട്ടോ. ഈ ഒരു പരുവത്തിൽ കുഴച്ചെടുത്താൽ മതിയാവും. അപ്പോൾ ഉള്ളി ഒരുവിധം പച്ചമണമൊക്കെ മാറിയിട്ട് ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് ഈ അരപ്പ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ അരപ്പ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നമ്മുടെ കൊച്ചുള്ളിയിലും അതുപോലെ തന്നെ മീനിലും ഒക്കെ അരപ്പ് പിടിക്കുന്നതിന് ഈ ടൈമിൽ തന്നെ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. മീൻകറിക്ക് നല്ലൊരു ടേസ്റ്റ്, ആ ഗ്രേവിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ രീതിയിൽ നമുക്ക് അരപ്പൊന്ന് ചെറുതായിട്ട് വെള്ളമൊഴിച്ച് കുഴച്ച് ചേർത്ത് കൊടുത്ത് ഇതുപോലെ ഒന്ന് അരപ്പിൻ്റെ ആ പച്ചമണം മാറുന്നതുവരെയൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ മീൻകറിക്ക് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഇനി ഇതിനകത്തേക്ക് ഞാനൊരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ പിഴിയുന്ന പുളിയിലെ അത് പിഴിഞ്ഞ വെള്ളം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. കുറച്ചുകൂടി വെള്ളം നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഇതിനകത്തേക്ക് ആ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമ്മുടെ മീൻ വേവുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ അതിനകത്തേക്ക് മീൻ വേവുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ല രീതിയിൽ ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് നല്ല രീതിയിൽ തിളച്ച് വന്നതിന് ശേഷം പുളിവെള്ളമൊക്കെ നല്ല രീതിയിൽ തിളച്ച് വന്നതിന് ശേഷം നമുക്കിതിനകത്തേക്ക് മീൻ കഷ്ണം ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം.
ഇതിനകത്തേക്ക് ഞാൻ 2 തക്കാളി കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും കൂടി കിടന്ന് തിളച്ച് വരട്ടെ. അപ്പോഴേ നമ്മുടെ തക്കാളിക്ക് നല്ല രീതിയിൽ വെന്ത് കിട്ടുന്നതാണ്. ആ ഒരു പുളി കൂടി നമ്മുടെ മീൻകറിക്ക് നല്ല രീതിയിൽ കിട്ടുന്നതാണ്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വേണം നമുക്ക് മീനിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇപ്പോൾ അതാ നല്ല രീതിയിൽ തിളച്ച് വരുന്നുണ്ട്. മീൻ്റെ അരപ്പും തക്കാളിയും ഉപ്പും ഒക്കെ മിക്സ് ചെയ്തിട്ട് നല്ല രീതിയിൽ തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ഉലുവാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന മീനിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ മീനിൻ്റെ ഹെഡ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇതിനകത്തേക്ക് ഞാൻ ഉപ്പ്, തക്കാളി, ഉലുവ എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ച് കൊടുത്താൽ മാത്രം മതിയാകും. മീൻ നമ്മൾ അടുപ്പിൽ വെച്ചിട്ട് ഇപ്പോൾ ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട്. മീൻകറി നല്ല രീതിയിൽ ഒന്ന് കുഴഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. മീൻ കഷ്ണവും ഒരുവിധം വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് മീനിനകത്തേക്ക് നമ്മൾ ഉപ്പൊക്കെ നല്ല രീതിയിൽ പിടിച്ച് വരുന്നതാണ്. ഇനി നമുക്കൊരു 10 മിനിറ്റ് കൂടി ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഏകദേശം 10 മിനിറ്റ് കൂടി ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മീൻകറി നല്ല അടിപൊളിയായിട്ട് നല്ല ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല കുറുകിയ ഗ്രേവിയോട് കൂടിയാണ് വന്നേക്കുന്നത്. മീൻ കഷ്ണമൊക്കെ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിന് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അതല്ല മീൻകറി നല്ല രീതിയിൽ ഒന്നുകൂടി ഒരു കുഴമ്പ് രൂപത്തിൽ വരുവാണെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടി തിളപ്പിച്ചതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ ചോറിനും അതുപോലെ തന്നെ ചപ്പാത്തിക്കും ഒക്കെ കൂട്ടിക്കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി മീൻകറിയാണ് കേട്ടോ ഇത്. ഈ മീൻകറിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ ഗ്രേവിക്ക് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം പോരാ, ഇതുപോലെ മീൻകറി ഒന്ന് തയ്യാറാക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഈ മീൻകറി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുതേ. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല മീൻകറിയായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുപോലെ പുതിയ പുതിയ പല പല ഡിഷുകളെ വീഡിയോ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ അതുവരേക്ക് ഒന്ന് വെയിറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.